ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഷാർപ്പ് ഗോൾഡ് എന്ന ബ്രാൻഡിൻ്റെ ഡോർ മോട്ടിസർ എന്നൊരു പ്രോഡക്റ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നമ്മൾ ഇപ്പം വുഡ് ഡോർ പിടിപ്പിക്കും, വുഡ് ഡോർ, ഡബിൾ പീസ് ഡോർ, അതുപോലെ ഡോറുകളില്ല. ആ ഡോർ പിടിപ്പിക്കുമ്പോൾ അതിലെ മോട്ടിസ് ലോക്ക് അല്ലെ ബേബി ലാച്ച് അങ്ങനെയുള്ള ലോക്കുകൾ പിടിപ്പിക്കാനുള്ള ആ ഹോള് മേക്ക് ചെയ്തെടുക്കാനാണ് ഇച്ചിരി പ്രയാസമുള്ള പണി. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് അത് ചെയ്തെടുക്കാവുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതാണ് മെയിൻ സാധനം, ഇതിൻ്റെ മെക്കാനിസം. അത് നമുക്ക് വർക്ക് ചെയ്ത് കാണിക്കാം, എപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇത് അതിൻ്റെ ഒരു ഷാഫ്റ്റാണ്. പിന്നെ 2 സ്പാനർ, പിന്നെ ഒരു അലൈങ്കി, പിന്നെ ഒരു 3 ടൈപ്പ് ബിറ്റ്. ഒരു 3 ടൈപ്പ് ബിറ്റ് ഉണ്ട്. 16 mm, 19 mm, 22 mm. ഈ 3 ടൈപ്പ് ബിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിത് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ടാണ് റിവ്യൂ പറയുന്നത്. കാരണം നമ്മളൊരു സാധനം കൈ കിട്ടിയ ഉടനെ റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസം നല്ല രീതിയിൽ ഉപയോഗിച്ച് നോക്കി. കാരണം ഇതൊരു കോമൺ അല്ലാത്തൊരു പ്രൊഡക്റ്റ് ആയത് കാരണം ഞാൻ നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ്, എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആണെന്ന് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറയുന്നത്. ഞാൻ ഇതും കൂടി കുറേ ഡോറുകളൊക്കെ സെറ്റ് ചെയ്ത് നോക്കി, എല്ലാം സക്സസ്ഫുൾ ആണ്. പിന്നെ എനിക്ക് ആകെ ഉണ്ടായൊരു പ്രശ്നം, ഈ 16 mm ബിറ്റ് കമ്പനി തന്നത് ആദ്യം തന്നെ ഒടിഞ്ഞു പോയിരുന്നു. പിന്നെ മറ്റ് ബിറ്റുകൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അടുത്ത ഞാൻ ഒരു 2 ബിറ്റ് ഞാൻ ഓർഡർ ചെയ്തു. ഈ സെയിം ബിറ്റ് 16 mm തന്നെ 2 ബിറ്റ് ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ ഇത് ലോക്ക് അടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു WPC ഡോറിൻ്റെ ഒരു പീസായത്. WPC ഡോറിനെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയൊരു പീസ് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിലാണ് ആ ലോക്ക് ഒരെണ്ണം സെറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ മോട്ട്സ് ലോക്കിൻ്റെ മെഷീനൊന്നും ഇരിപ്പില്ല. ഇപ്പം നമ്മുടെ ഇരിക്കുന്നത് ബേബി ലാച്ചിൻ്റെയാണ്. അപ്പോൾ ഇത് നമുക്ക് അടിച്ച് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ട ലൈൻസൊക്കെ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ഈ ലൈൻസ് നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു പട്ട പോലത്തെ ഈ ഒരു സാധനത്തിനുള്ളതാണ് ഈ ലൈൻസ്. പിന്നെ നമ്മുടെ മെക്കാനിസം കയറി പോകേണ്ട ഈ ഗ്യാപ്പിനുള്ളിലാണ് കയറി പോകേണ്ടത്. അപ്പോൾ ഇവിടാണ് നമുക്ക് ആ ഫസ്റ്റ് ഹോൾ അടിച്ചെടുക്കേണ്ടത്. ആദ്യം നമ്മുടെ പ്രോഡക്റ്റ് എടുക്കുക. അപ്പം ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുകയും ലൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് നമ്മളെ ഡോറിലോട്ട് കയറ്റി വെക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴെയും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ താഴെ മുകളിലും ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ഷാഫ്റ്റ് നമ്മൾ ഈ ഹോളിലൂടെ ഇതിലോട്ട് കയറ്റി വിടുക. അപ്പോൾ ഇതിൻ്റെ എൻഡിലാണ് നമ്മൾ ബിറ്റ് ഘടിപ്പിക്കേണ്ടത്. നമുക്ക് ആദ്യം മെക്കാനിസം പിടിപ്പിക്കാൻ 16 mm ബിറ്റാണ് പിടിപ്പിക്കേണ്ടത്. അതിനെ 16 mm ബിറ്റ് എടുക്കുക. ഇതാണ് 16 mm ബിറ്റ്. ഈ ബിറ്റ് നമ്മൾ ഇവിടെ കയറ്റി ഇങ്ങനെ ത്രെഡ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്യാൻ ഇതിൻ്റെ കൂടെ നമുക്ക് കമ്പനി തരുന്ന സ്പാനർ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം താഴെയും മുകളിലും ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലോക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് എവിടം വരെയാണ് നമ്മുടെ ഹോള് പോകേണ്ടതെന്നുള്ളത് നമ്മൾ ബിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനപ്പുറം മുകളിലോട്ട് ഇത് കടന്നു പോകാതിരിക്കാൻ ഇവിടെ നമ്മളിത് ലോക്ക് ചെയ്യണം. അതുപോലെ തന്നെ താഴെയും നമ്മളൊരു സ്റ്റോപ്പർ സെറ്റ് ചെയ്യണം. താഴെയും ഇതിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്ത്
അവിടുത്തെയും ലോക്ക് നമ്മൾ ഇതുപോലെ ലോക്കാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ അലങ്കി എടുത്തിട്ട് നമ്മുടെ ഇത് എത്ര ആഴത്തിൽ എത്ര ആഴത്തിൽ ഹോൾ അടിക്കണം എന്നുള്ളത് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായി ഇത് ലൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ബിറ്റ് പാം ഡോറെ മുട്ടിച്ച് വെച്ചുകൊണ്ട് ബാക്കിലോട്ടാക്കുക. എന്നിട്ട് ഈ അളവ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ക്ലിയറൻസിന് വേണമെങ്കിൽ നമ്മുടെ മെക്കാനിസത്തിൻ്റെ അളവിന് ഒരു പൊടിക്ക് കൂട്ടിയിടാം. എന്നിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ഹോള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഡ്രില്ല് നമ്മൾ ഈ അറ്റത്ത് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഡ്രില്ലിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ ഹോൾ അടിച്ചെടുക്കാൻ പോകുന്നത്. ഇവിടെ നല്ലോണം പിടിച്ചോണം. ഇതിന് നല്ല വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ആ വൈബ്രേഷൻ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മുടെ കൈ ഹോൾഡ് ചെയ്തോണം. അപ്പോൾ നമ്മുടെ മെഷീനുള്ള ഹോള് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഈ വലയിൽ നിന്നും പൊടിക്ക് മുകളിലോട്ട് വെച്ചാണ് സെറ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ റൗണ്ടിൽ കട്ടാവുന്നത് കൊണ്ട് നമ്മുടെ മെക്കാനിസം കയറാൻ തടസ്സമൊന്നും വരാതിരിക്കാൻ മെക്കാനിസത്തിൻ്റെ അളവിൽ നിന്നും ഒരു പൊടിക്ക് കൂടുതലിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മെക്കാനിസത്തിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഇവിടം ഉള്ളിലോട്ട് കയറി നിൽക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ഒരു പൊഴി അടിക്കണം. അതിനു വേണ്ടി നമ്മൾ ഇനിയും ഇപ്പം നിലവിൽ 16 mm ബിറ്റാണ് ഉപയോഗിച്ചത്. ഇനിയും 19 mm ബിറ്റാണ് അത് യൂസ് ചെയ്യേണ്ടത്. നമുക്കിനി ബിറ്റ് ചേഞ്ച് ചെയ്യാം. ബിറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. റൂട്ടർ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നതിലും വളരെ സിമ്പിളായിട്ട് ബിറ്റ് മാറാനും എല്ലാം എളുപ്പമാണ്. ഇനി നമ്മൾ 19 mm ബിറ്റായി ഇടാൻ പോകുന്നു. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന ലിമിറ്റിൽ വ്യത്യാസം വരുത്തണം. അപ്പോൾ ആദ്യം ടോപ്പിൽ സെറ്റ് ചെയ്യാം. ടോപ്പിലെ ഇത് ലോക്ക് ലൂസ് ചെയ്ത് ഇതിനെ മുകളിലോട്ട് ആ വരെ കറക്റ്റ് എത്തിക്കുക. അതിനുശേഷം അവിടെ വെച്ച് ലോക്ക് ചെയ്യുക. അതുപോലെ താഴെയും കറക്റ്റ് കൊണ്ടുവരിക.
നമുക്ക് ആവശ്യമായെടുത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യുക. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. അതിനു മുന്നേ ക്ഷമിക്കണം, ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിരുന്ന ലോക്ക് മാറ്റണം. ഇതിൻ്റെ ഫ്രണ്ട് പട്ട പീസിൻ്റെ വലുപ്പത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മെഷീൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ അടിച്ച് മാറ്റാം. ഇനി ഈ ബിറ്റ് അവസാനിച്ചേക്കുന്ന ഈ റൗണ്ട് ഭാഗം നമ്മൾ ഉളി വെച്ചിട്ട് അത് ലെവൽ ചെയ്തെടുക്കുക. നമ്മൾ ഉളിക്ക് ആ എൻഡ് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെക്കാനിക്സ് ഇട്ട് നോക്കാം. നമ്മൾ യൂസ് ചെയ്ത 19 mm വിറ്റിനെക്കാട്ടിൽ ഇച്ചിരി വലുപ്പമുള്ള ടോപ്പാണ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ വരച്ച് ലെവൽ ചെയ്ത് കൊടുക്കുന്നു. കാരണം നമ്മുടെ 24 mm ബിറ്റ് ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ എണ്ണം ചെക്ക് ചെയ്തില്ല. നോർമലി ഞാൻ വെക്കുന്ന ലോക്കുകൾക്കൊക്കെ 19 mm അടിക്കുമ്പോഴാണ് ഓക്കെ ആവുന്നതാണ്. കുഴപ്പമില്ല, നമുക്കത് ബാക്കി ഇനിയുള്ളത് ഉള്ളിൽ റെഡിയാക്കാം. അല്ലെങ്കിൽ മെഷീനിൽ തന്നെ ചെയ്യണമെങ്കിൽ മെഷീനിൽ തന്നെ ചെയ്യാം, ബിറ്റ് മാറ്റിയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള പ്രയാസമുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ മെയിൻ ഹോൾ അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അടിച്ചെടുക്കും. വളരെ സിമ്പിളായിട്ട് ലോക്ക് കയറുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ഉള്ളിക്കെടുത്ത് കളയുമോ അല്ലെങ്കിൽ ബിറ്റ് മാറിയിട്ട് ആ മെഷീനിൽ തന്നെ യൂസ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം തന്നെ ഈ മെഷീൻ്റെ ഫ്രണ്ട് ഇവിടെ അളന്ന് നോക്കേണ്ടതായിരുന്നു. അപ്പം അതെൻ്റെ മിസ്റ്റേക്കാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കമ്പനിയാണോ അതിൻ്റെ അനുസരിച്ച് ഈ മെഷീൻ അളന്ന് നോക്കിയിട്ട് ആ 3 ബിറ്റിൽ ഏതാണോ ചൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. കണ്ടില്ലേ, നമ്മൾ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന പണി വളരെ സിമ്പിളായിട്ട് ചെയ്ത് തീർന്നില്ലേ. റൂട്ടർ മെഷീൻ ഇച്ചിരി പ്രയാസമാണ്. ഞാൻ റൂട്ടർ മെഷീൻ ഉപയോഗിച്ചാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. റൂട്ടർ മെഷീൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ഒരു മെഷീൻ ഓർഡർ ചെയ്ത് വരുത്തിയത്. ഇപ്പോൾ എനിക്ക് ഒരു റൂട്ടർ മെഷീനെ അപേക്ഷിച്ച് ഒരുപാട് സമയലാഭവും പണിയിലുണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?
ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 4500 രൂപയോളമായിരുന്നു. അത് ചില സമയത്ത് മാറി വെക്കുന്ന, ചില സമയത്ത് കുറയുന്നുണ്ട്. 4000-നൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.